സോ ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ തിരുക്കുറളിന്റെ പുതിയൊരു അധ്യായം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 33-ാമത്തെ അധ്യായം, സന്യാസാശ്രമം, അധികാരം 33. അതിൻ്റെ പ്രാധാന്യം അഹിംസ, നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ്. കഴിഞ്ഞ 32 അധ്യായങ്ങളായി നമ്മൾ ദൈവസ്തുതി മുതൽ ദ്രോഹമില്ലായ്മ അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അപ്പൊ ഇന്ന് നമ്മൾ നോൺ വയലൻസ്, അഹിംസ, നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഓർക്കാൻ പറ്റുന്നൊരു ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മഹാത്മാഗാന്ധിയെ ഓർത്തുകൊണ്ട്, അഹിംസയുടെ ആചാര്യനെ ഓർത്തുകൊണ്ട് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഏവർക്കും നമസ്കാരം. ഇന്നലെ ബാങ്കിലെ എൻ്റെ ഒരു ഗുരുനാഥനായിരുന്നു എസ് രാമേന്ദ്രൻ പോറ്റി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്ക് 88 വയസ്സായി. പുള്ളി ഇന്നലെ അന്തരിച്ചു. ഇന്നായിരുന്നു അതിൻ്റെ സംസ്കാരമൊക്കെ ആയിട്ടുള്ളത്. തിരുവനന്തപുരത്താണ്. ഞാൻ 82 ഹെഡ് ഓഫീസ് പൂജപ്പുര വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അതിനുശേഷം വന്ന് ജോയിൻ ചെയ്ത സാറാണ്. പുള്ളിയായിരുന്നു എൻ്റെ എല്ലാ ഇതിലും ഒരു വഴികാട്ടിയായിരുന്നു. ബാങ്കിങ് കരിയറിലായാലും പ്രൊമോഷൻ്റെലായാലും പിന്നെ കുടുംബജീവിതത്തിലായാലും. കഴിഞ്ഞ തവണയും അവിടെ നാട്ടിൽ ചെന്നിരുന്നപ്പം പുള്ളിയെ കാണാൻ കണ്ടു. വളരെ അഫക്ഷനേറ്റ് ആയിരുന്നു അദ്ദേഹം. ഇന്നലെ വേർപെട്ടു പോയി. ഇന്നായിരുന്നു അതിൻ്റെ ചടങ്ങ്. പക്ഷെ പോകുന്നില്ല, ഞായറാഴ്ച പോകുന്നു. പിന്നെ വേറെ ക്ലറിക്കൽ ലെവലിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പല വയസ്സെന്ന് പറഞ്ഞിട്ട്. പുള്ളി യൂണിയൻ്റെ പ്രവർത്തനമൊക്കെ ആയിരുന്നു. പുള്ളിയും ഇന്നലെ ആയിരുന്നു, കോയമ്പത്തൂരായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ലങ്സ് കംപ്ലൈൻറ്റ് ഇതായിരുന്നു. 1-2 വർഷമായിട്ട് കംപ്ലൈൻ്റ് ആണ്. IC യൂണിറ്റിലായിരുന്നു. ഇന്നലെയാണ്. അപ്പോൾ ആ 2 വേർപാടിൻ്റെയും ഒരു ഇതുണ്ട്, മനസ്സിനുള്ള ഒരു വെട്ടുന്ന ഒരു ഇതാണ്. എന്നാലും തിരുക്കുറളിലേക്ക് വരികയാണ്. ശരിക്കും പറയാം, നമ്മൾ 133 അധികാരത്തിൽ ഇന്ന് 33-ാമത്തെ അധികാരമാണ്. അതായത് ഇനി നമുക്ക് ശേഷിക്കുന്നത് 100 ഉള്ളൂ. ഏറ്റവും വളരെ ലഘുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 100. അപ്പം 33 എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യ തന്നെയാണ്. 133-ൽ 33 ഇന്ന് കൊണ്ട് കവർ ചെയ്യാണ്. അതിലേക്ക് ആദ്യം കൊല്ലാമൈ അറവിനെ യാതിനിൽ കൊല്ലാമൈ കോറൽ പിറവിനെ എല്ലാ തരും. അറന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മം ആണ് ഇവിടെ പറയുന്നത്. അറമാകെ செயல் எது என்றால் ஓர் உயிரையும் കൊല്ലാമയാകും. കൊല്ലുതൽ അറമല്ലാத செயல்கள் എല്ലാവற்றைയും വിളയ്ക്കും. അതായത് വളരെ ലഘുവായിട്ട് ഇത് പറയണം. അഹിംസ തന്നെയാണ് പരമമായ ധർമ്മം. പഞ്ചേന്ദ്രിയ ജ്ഞാനവും തിരിച്ചറിവും ഉള്ളവർ മിണ്ടാപ്രാണികളെ സ്വാർത്ഥപൂരണത്തിനായി കൊല്ലുന്നതിനേക്കാൾ വലിയ പാപം എന്തുണ്ട്? എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഉയർന്ന ധർമ്മമായ അഹിംസയെക്കുറിച്ച് സന്യാസ ധർമ്മത്തിന്റെ അവസാനത്തേതായ ഈ അധികാരത്തിൽ പരിചിന്തനം ചെയ്യുന്നു. അറവിനൈ എല്ലാ ധർമ്മങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രവൃത്തി. യാതിനിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലാമെ ഒരൊറ്റ ജീവിയെ പോലും കൊല്ലാതിരിക്കുക എന്നതാകുന്നു. കോറൽ അവയെ കൊല്ലുന്നതാകട്ടെ പിറവിനെയെല്ലാം ദുഷ്കർമ്മങ്ങളുടേതായ പാപഫലങ്ങളും എല്ലാം തരും, ഒരുമിച്ച് തന്നെ നൽകുന്നു. ധർമ്മത്തിന്റെ സമഗ്രത എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: ഒരൊറ്റ ജീവിയെ പോലും കൊല്ലാതിരിക്കുക എന്നത് അത്രേ. അതായത് അഹിംസ. ഹിംസ ആവട്ടെ അധർമ്മികമായാൽ ദുഷ്കർമ്മവും അത് സകലവിധമായ പാപഫലങ്ങളെയും ഒരുമിച്ച് തന്നെ നൽകുന്നു. വിലക്കപ്പെട്ടതൊന്നും ചെയ്യാതിരിക്കുക എന്നിടത്ത് നിഷ്ക്രിയത്വം പോലും ധർമ്മമായി മാറുന്നു. ഇവിടെ കൊല്ലാതിരിക്കുക എന്ന നിഷ്ക്രിയത്വം പരമമായ പുണ്യത്തെ തരുന്നു. കർമ്മം ചെയ്യാതെ തന്നെ ഫലം കിട്ടുന്നു. ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യണം. തിരുക്കുറൾ അധികാരം 33 ഭാഗം 1 ധർമ്മ
പ്രകരണം, ധർമ്മമാർഗം, സന്യാസാശ്രമം, കൊല്ലാമൈ, മലയാളത്തിൽ അഹിംസ, ഇംഗ്ലീഷിൽ നോൺ വയലൻസ്. ഇൻട്രൊഡക്ഷൻ. ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന ദൈവപ്രമാണങ്ങളിൽ അഞ്ചാമത്തേത് കൊല്ലരുത് എന്നാണ്. മിക്കവാറും എല്ലാ വേദഗ്രന്ഥങ്ങളും സമാഹരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന നന്മകൾ ഭക്ഷണം പങ്കുവയ്ക്കുന്നതും സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്നതുമാണ്. കൊല്ലാതിരിക്കുന്നതാണ് ഏറ്റവും പ്രധാന പുണ്യം. ഭൗതിക നേട്ടങ്ങളെ അവഗണിച്ച് ത്യാഗ ജീവിതം സ്വീകരിച്ചവരിൽ പലരും ഹിംസയെ ഭയപ്പെടുകയും ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്നത്തെ ആദ്യ ഖുറൽ 321 അറിവിനെ യാതനിൽ കൊല്ലാമൈ കോറൽ പിറവിനെ എല്ലാം തരും. ധർമ്മമെന്നാൽ ഹിംസ ചെയ്യായിക. ഹിംസ ദുഷ്കർമ്മ പാപങ്ങളെ നൽകൂ. ധർമ്മപ്രവൃത്തി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായത് അതിൽ തന്നെ കൊല്ലാതിരിക്കുക എന്നുള്ളതാണ്. കൊല്ലുന്നത് എല്ലാ ദുരിതങ്ങൾക്കും കാരണമാകുന്നു. ധർമ്മമെല്ലാം അടങ്ങുന്നു ഹിംസ ചെയ്യാതിരിപ്പതിൽ. കൊലയെന്നുള്ള കർമ്മത്തിലല്ല പാപം കിളഞ്ഞിടും. ഓവർ. Chapter 33, Non-Violence, Not Killing Any Living Being. The Tirukkural, Chapter 33, focuses on the virtue of non-violence, emphasizing that refraining from harming any living being is the foundation of righteousness. This principle of non-violence is echoed in various religious and spiritual traditions, including the Bible, Quran, Gita, and the teachings of Guru Nanak. The Bible, particularly the New Testament, promotes the concept of turning the other cheek and loving one's enemies, emphasizing forgiveness and compassion over relation. For example, Jesus' teachings in the Sermon on the Mount, Matthew 5:7, highlight the importance of loving one's enemies and praying for those who persecute them. The Quran also emphasizes the importance of non-violence and forgiveness. It teaches that taking a life is a grave sin and that forgiveness is a virtue. For example, Surah Al-Ma'idah 5:32 states, "Because of that, we ordained for the children of Israel that whoever kills a person not for murder or causing corruption on earth, it is as if he has killed all mankind, and whoever saves a life, it is as if he has saved all mankind." The Bhagavad Gita, a Hindu scripture, explores the concept of non-violence, ahimsa, ദക്ഷിണയുടെ അർത്ഥം through the dialogue between Lord Krishna and Arjuna.
While acknowledging the necessity of righteous war, the Gita also emphasizes the importance of minimizing violence and acting with compassion even in the face of conflict. Guru Nanak, the founder of Sikhism, preached the message of universal love and compassion, emphasizing the oneness of all beings. He taught that violence is a destructive force that harms both the perpetrator and the victim. His teachings, as reflected in the Guru Granth Sahib, promote peace, harmony, and respect for all living beings. These examples from different religious and spiritual traditions demonstrate the universal significance of nonviolence as a core principle for a just and compassionate society. By embracing nonviolence, individuals and communities can contribute to a more peaceful and harmonious world. Kural 321. The Tirukural, a timeless Tamil classic, teaches us that the foundation of righteousness lies in nonviolence. This means not harming any living being, whether a human, animal, or even an insect. Imagine a small village where everyone lived in harmony. There was a kind farmer named Kannan who loved all creatures. He would share his food with birds, protect the animals from harm, and never hurt a single insect. One day, a cruel hunter came to the village. He enjoyed killing animals for sport. He saw a beautiful deer grazing peacefully and shot it with an arrow. The villagers were horrified, but the hunter laughed and boasted about his skill. From that day on, strange things began to happen. The crops failed, the village well dried up, and sickness spread among the people. The villagers were confused and scared. An old wise woman explained that the hunter's cruelty had angered the spirits of nature. They were punished. They were punishing the village for the harm caused to innocent creatures. The villagers, filled with regret, realized the wisdom of Kannan's ways. They apologized to the spirits and promised to never harm any living being again. Soon the rains returned, the crops flourished, and the villagers were healthy once more. They learned that harming any creature brings suffering not only to the victim but also to the one who commits the violence. This is the profound message of Tirukural 321. Nonviolence is the true path to righteousness and happiness. Actions of Dharma is non-killing. Killing gives all miseries. Thank you, sir. അറിവിനെ യാതിനിൻ കൊല്ലാമേ കോറൽ പിറവിനെ എല്ലാം തരും. കുറൽ 322. തിരുവള്ളുവർ 321 പറഞ്ഞത് ഒരു ജീവജാലത്തിനെയും അത് കൊല്ലരുത്, അവനെ ഒരു ഉപദ്രവം ചെയ്യരുതെന്നുള്ളതാണ്. അപ്പൊ അടുത്തതിൽ പറയുന്നത് വേറെ ഒരു തത്വമാണ് പറയുന്നത്. പകുത്തുണ്ട് പല്ലുയർ ഓമ്പുതൽ നൂലോർ തൂത്തവറ്റിൽ എല്ലാം തലൈ. നമ്മുടെ വളരെ കൊച്ചുനാളിൽ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്ത് ഭക്ഷിക്കണം എന്നുള്ളതല്ലേ. അത് ഉദാഹരണം പറഞ്ഞത് കാക്കയാണ് നമ്മൾ പറയാറുള്ളത്. കാക്ക എന്ത് കിട്ടിയാലും കരഞ്ഞ് മറ്റുള്ള സുഹൃത്തുക്കളെ കൂടെ വരുത്തിയിട്ട്
മാത്രമേ ആ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്നുള്ള രീതിക്ക്. അതേ ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പകുത്തുണ്ട് പല്ലുയർ ഓമ്പുതൽ നൂലോർ തോത്തവറ്റിൽ എല്ലാം തലൈ. കിടത്തதை പകുത്ത് കൊടുത്ത് താനുമുണ്ട് പല ഉയർകളെയും കാപ്പാറ്റുതൽ അറനൂലാ തൊകുത്ത് അറങ്ങൾ എല്ലാവற்றிലും തലയാന് അറമാകും. പകുത്തുണ്ട്, പകുത്ത് ഉണ്ണാനുള്ളത് പങ്കുവെച്ച്, ഉണ്ട് ഒരു വിഹിതം താനും കഴിച്ച്, പല്ലുയിർ അന്യജീവികളെ കൂടി ഓമ്പുതൽ കാത്തു രക്ഷിക്കുക എന്നത് നൂലോർ ധർമ്മശാസ്ത്രങ്ങളെ സൃഷ്ടിച്ച മഹാത്മാക്കൾ തോത്തവറ്റുള്ള എല്ലാം വെവ്വേറെയായി എടുത്തു പറഞ്ഞ് നിബന്ധിച്ചിട്ടുള്ള തത്വങ്ങൾ വെച്ച് തലയിൽ ശ്രേഷ്ഠമായത്രേ. അതായത് മഹാജ്ഞാനികൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അറിവുള്ളവർ, അല്ലെങ്കിൽ എന്താ പറഞ്ഞാല് ഗ്രന്ഥങ്ങളിലൊക്കെ രചിച്ചിട്ടുള്ളവർ പറയുന്ന ധർമ്മങ്ങൾ കാലത്ത് വളരെ ശ്രേഷ്ഠമായതാണ്. കിട്ടുന്ന ഭക്ഷണപദാർത്ഥം അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്ത് താനും ഭക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ധർമ്മമായിട്ട് പറയുന്നത്. വേദവിത്തുക്കൾ ധർമാനുസരിയായ ജീവിതത്തിന് ഉപകരിക്കുന്ന പല തത്വങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിലും അവയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഉദ്ബോധനം ഇതാകുന്നു: ഉള്ള ഭക്ഷണം മനുഷ്യരെന്നോ ജീവികളെന്നോ ഉള്ള വേർതിരിവില്ലാതെ എല്ലാവർക്കുമായി പങ്കുവെച്ച് കൊടുത്ത് ഒരു പങ്ക് താനും കഴിക്കുക. അന്യജീവൻ നിലനിർത്താനും സഹായിക്കുക. കാരണം ജീവൻ എല്ലാം ഒരുപോലെയാകുന്നു. തൻ്റെ ജീവൻ നിലനിർത്തേണ്ടതിൻ്റെ അത്ര തന്നെ പ്രാധാന്യം അന്യജീവൻ നിലനിർത്തുന്നതിലും കൽപ്പിക്കണം. കൊല്ലാതിരിക്കുക എന്നതാണ് പരമമായ ധർമ്മം എന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ അത് മാത്രമല്ല, അന്യജീവികൾക്കും നിലനിൽക്കുവാനുള്ള ഭക്ഷണം കൂടി തൻ്റെ വിഹിതത്തിൽ നിന്ന് പങ്കുവെച്ച് കൊടുക്കുക എന്നതാണ് അതിനേക്കാൾ മുന്തിയ ധർമ്മം എന്നുകൂടി സ്ഥാപിക്കുന്നു. ഇവിടെ ഞാൻ നമ്മുടെ തിരുവള്ളർ പോലെ തന്നെ ഈ കാലഘട്ടത്തിലുള്ള ഒരു കവിയായിരുന്നു മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയാർ. തമിഴ്നാട്ടിലാണ് ജനിച്ചത്. അത് വളരെ തിരുനെല്വേലിക്ക് അടുത്തുള്ള എട്ടയപുരത്തിലാണ് ജനിച്ചത്. കഴിഞ്ഞ കുറേ മുമ്പായിട്ട് പുള്ളിയുടെ ജന്മശതാബ്ദിയൊക്കെ ഉണ്ടായിരുന്നു. ഈ സെപ്റ്റംബർ 11 അങ്ങയുടെ ഓർമ്മദിനവും ഡിസംബർ 11 ജന്മദിനമായിട്ട് വരുന്നതാണ്. ആ ദിവസത്തില് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലുള്ള ഒരു അനുഭവം ഇന്ന് പറയാണ്, ഇതിലേക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം മധുരയിലാണ് താമസിച്ചിട്ടുണ്ടെന്ന് സുബ്രഹ്മണ്യ ഭാരതിയാർ എന്നുള്ള കവി. വളരെ എന്താ പറഞ്ഞ പോലെ 33 വയസ്സ് വരെ പുള്ളി ജീവിച്ചിരുന്നുള്ളൂ. ആ 33 വർഷത്തിനുള്ളിൽ തന്നെ രചിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തുള്ള എന്താ പറഞ്ഞ പോലെ കവിതകളും മറ്റുമൊക്കെ കാവ്യങ്ങളൊക്കെ രചിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാന്നുള്ള ഇതാണ് സുബ്രഹ്മണ്യ ഭാരതിയാർ ചെയ്യുന്നത്. അദ്ദേഹം മധുരയിൽ താമസിക്കുമ്പോൾ ഒരു വാടക വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന്റെ വരുമാനം വെറും 75 രൂപയാണ്. അതിൽ 40 രൂപയും ദാനമായിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് വീട്ടിലുണ്ട് ഏൽപ്പിക്കുന്നത്. അതിൽ അരി വാങ്ങിക്കാനോ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങൾ വാങ്ങിക്കാൻ പോലും തികയത്തില്ല. എന്നിരുന്നാൽ പോലും അവർ ചെയ്യുന്നത് ഈ വളരെ സുലഭത്തിൽ ലഭിക്കുന്ന കീര മാത്രം വാങ്ങിച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കിയായിരുന്നു. അടുത്ത ദിവസം ഇതുപോലെ പുള്ളി വേറെ അരിയൊന്നും ഇല്ലാത്ത സമയത്ത് ആ കീര മേടിച്ചുകൊണ്ട് വരികയായിരുന്നു. വരുന്ന വഴിക്ക് ഒരാൾ ഒരു മാടിനെ ഇട്ട് തല്ലുന്നു. മാട് എണീക്കുന്നില്ല, വണ്ടി വലിക്കാൻ വേണ്ടി എഴുക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു വണ്ടിക്കാരനോട്, നിങ്ങൾ അല്പനേരം ഒന്ന് ക്ഷമിക്ക്, ഞാൻ വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞിട്ട് വണ്ടിക്കാരൻ അടിക്കാതെ നിന്റെ മാടിനെ ഞാൻ എഴുന്നേൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കയ്യിലുണ്ടായിരുന്ന അകത്തിക്കീരായിരുന്നു, അത് അല്പം നീട്ടിക്കൊടുത്തു. ഈ ആ മാടും അല്ലെങ്കിൽ ആ പശുവും ആ കാളയും നീച്ചാൽ അത് പതുക്കെ കഴിക്കുകയും ആ ഇദ്ദേഹം കൈ ഉയർത്തി വരുമ്പോൾ അത് കഴിക്കാനായിട്ട് ആ കാള എണീറ്റ് വരികയും അവസാനം അത് ഉത്സാഹത്തോടെ എണീക്കുകയും ചെയ്തു എന്ന് പറയാം. അതായത് വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോയ ആ അകത്തിക്കീര അതായിരുന്നു അവിടെ അന്നത്തെ ഭക്ഷണം. അതുപോലും മറ്റൊരു ജീവിക്ക് കൊടുത്തു. ഓക്കെ, ഇത് ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. തനിക്ക് പോലും ഇല്ലാത്ത സമയത്ത് മറ്റൊരു ജീവന് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നു.
കഴിഞ്ഞോ സാറേ? പറഞ്ഞോളൂ. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണം അധികാരം 33 കൊല്ലാമൈ അഥവാ അഹിംസ. കുറൾ 322 പകുത്തു ഉണ്ടുയിർ പലതു പോറ്റൽ ധർമ്മജ്ഞർ വകുത്ത തത്വങ്ങളിൽ ശ്രേഷ്ഠം. പകുത്തു ഉണ്ടുയിർ പലതു പോറ്റൽ ധർമ്മജ്ഞർ വകുത്ത തത്വങ്ങളിൽ ശ്രേഷ്ഠം. വേറൊരു തർജ്ജമ ഇതാണ്: ഉള്ള ഭക്ഷണം എല്ലാരും താനും പങ്കിട്ടശിക്കുകിൽ ശ്രേഷ്ഠ ധർമ്മം അതാണെന്നാണല്ല ഗ്രന്ഥമുരപ്പതും. ഉള്ള ഭക്ഷണം എല്ലാരും താനും പങ്കിട്ടശിക്കുകിൽ ശ്രേഷ്ഠ ധർമ്മം അതാണെന്നാണ് എല്ലാ ഗ്രന്ഥമുരപ്പതും. ഒരാൾക്ക് തനിക്കു മാത്രം ലഭിച്ച ഭക്ഷണം തന്നെ പോലെ ഉള്ളവർക്ക് കൂടി നൽകി കഴിക്കുകയാണ്. ഇത് മഹത്തരമായ കർമ്മമാണെന്ന് എല്ലാ ഉത്കൃഷ്ട ഗ്രന്ഥങ്ങളും പറയുന്നുവെന്നാണ് ഈ കുറൾ അർത്ഥമാക്കുന്നത്. ഇതൊരു അഹിംസ തന്നെയാണ്. ഭക്ഷണം വളരെ ദൗർലഭ്യമാകുന്ന അവസ്ഥയിലും തനിക്ക് ലഭിച്ച അന്നം തന്നെ പോലെ വിശന്നിരിക്കുന്നവർക്ക് കൂടി കൊടുത്ത് പകുത്ത് കഴിക്കുന്നതിന്റെ ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് എല്ലാ മഹത് ഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നു. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതിരിക്കൽ ഏറ്റവും വേദനാജനകമാണ്. വായുവും വെള്ളവും കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം ആഹാരം തന്നെ. ആഹാരം കിട്ടിയില്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും നശിക്കുമെന്നതിൽ തർക്കമില്ല. അഹിംസയുടെ വക്താക്കളായി നാം ആദ്യം ഓർക്കുന്നത് ഗാന്ധിജി, ശ്രീബുദ്ധൻ, ശ്രീനാരായണ ഗുരു, ശ്രീ ദയാനന്ദ സരസ്വതി തുടങ്ങിയ മഹാത്മാക്കളെയാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ അഹിംസ എന്ന സമരായുധം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം പറയുകയാണ്, ഹിംസയിലൂടെ നേടുന്ന വിജയമല്ല, തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം. ഇസ്ലാമിലെ നമുക്ക് അന്നത്തിന്റെ വില മനസ്സിലാക്കുന്നതിനായി, അവരന്റെ വിശപ്പറിയുന്നതിനായി, ഇല്ലാത്തവനെ സഹായിക്കുന്നതിനായി നോമ്പുമാസം അനുഷ്ഠിക്കുന്നത് കാണാം. ഈ കുറൾ എന്ന് പറയുന്നത് ഒരു കടുകുമണിക്കുള്ളിൽ എങ്ങനെയാണോ 7 സമുദ്രങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് പകുത്താലാണ് ഈരടികൾ കാണാനാവുക എന്നതാണ്. അതായത് ഈരടികളിലെ തത്വങ്ങൾ നമുക്ക് കണ്ടെത്താനാകുന്നത്. പകുത്ത് ഉണ്ടുയിർ പലതു പോറ്റൽ ധർമ്മജ്ഞർ വകുത്ത തത്വങ്ങളിൽ ശ്രേഷ്ഠം. ഓവർ. കുറൾ 322 പകുത്തുണ്ടു പല്ലുയർ ഓമ്പുതൽ നൂലോർ തൊകുത്തവറ്റുൾ എല്ലാം തലൈ. Sharing what you get and feeding other lives is nobler than every right mentioned in sacred books. The chief of all the virtues which others have summed up is the partaking of food that has been shared with others and the preservation of the manifold life of other creatures. പകുത്തുണ്ടു പല്ലുയർ ഓമ്പുതൻ നൂലോർ തൊകുത്തവറ്റുൾ എല്ലാം തലൈ. Over to you, sir. Thank you. പകുത്തുണ്ട് പല്ലുയിർ ഓമ്പുതൽ നൂലോർ തൊകുത്തുവറ്റുൾ എല്ലാം തലൈ. കുറൾ 323. ആരാ സാറ്? മ്യൂട്ടാ. ആ, മോഹന സാറ് മ്യൂട്ടാ.
ஒன்றாக நல்லது கொல்லாமை மற்ற அதன் பின்சார பொய்யாமை நன்று. இணை இல்லாத ஓர் அறமாக கொல்லாமை நல்லது. அதற்கு அடுத்த நிலையில் வைத்து കൂടത്തക്കതായ പൊയ്യാமை നല്ലത്. നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ചാപ്റ്ററിൽ വായിച്ചായിരുന്നു അദ്ദേഹത്തില് പൊയ്യാமை കളവ് പറയായ എന്നുള്ളത് പോലെ. വള്ളൂർ പറയുന്നു ധർമ്മത്തിലെത്തി ഏറ്റവും നല്ലത് ഈ കൊല്ലാமை, അതായത് ഹിംസിക്കാതിരിക്കുന്നത് തന്നെയാണ്. അതിന്റെ അടുത്തതായിട്ട് വരേണ്ടത് കള്ളം പറയാതിരിക്കുക. ഈ രണ്ടുമാണ് എന്നുള്ളതും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. താങ്ക് യു സർ. അതിലല്ല മേഡം പറഞ്ഞു. ഉഷ മേഡം അല്ലേ? അതെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കാതെ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന അവസരങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകാം. അപ്പോൾ ഒരു ഗുരുവിന്റെ, സുഹൃത്തിന്റെ, മറ്റാരുടെയെങ്കിലും ഒരു സാന്ത്വനം, ഒരു ഉപദേശം, ഒരു ശുഭവചനം നാം ആശിച്ചു പോകും. അത് ലഭിക്കുന്നതോടെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസവും കഴിവും നേടുകയും ചെയ്യും. എന്നാൽ ഇത്തരം വാക്കുകൾക്ക് വേണ്ടി ജീവിതത്തിലെ എത്രയെത്ര അവസരങ്ങളിൽ നമ്മൾ ഉഴറി നടന്നിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതത്തിലെ ഏതവസരത്തിലും നമ്മെ പ്രചോദിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ആനന്ദകരമായിരിക്കും, അല്ലേ? ഏതിരുട്ടിലും നക്ഷത്ര തിരിവെളിച്ചം കാട്ടി പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഏതൊരു മനുഷ്യനും ജീവിത മുന്നേറ്റത്തിന് മാർഗദർശനം നൽകുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് തിരുവള്ളുവരുടെ തിരുക്കുറൾ. ഭാഷയെയും സംസ്കാരത്തെയും ജീവനേക്കാളുപരി സ്നേഹിച്ച് സംരക്ഷിക്കുന്ന തമിഴ് ജനതയ്ക്ക് ജീവശ്വാസമാണ് തിരുക്കുറൾ. 2000 വർഷത്തിലധികമായി ഒരു ജനസംസ്കാരത്തിന് രൂപവും ഭാവവും നൽകി വളർത്തുന്ന ഒരു മഹാപ്രചോദനം, ഒരു ദൈവീക ഗ്രന്ഥം. ശരാശരിയോ അതിൽ താണതോ അതിൽ നിന്നും ഉയർന്നതോ എന്ന വകഭേദമില്ലാതെ തമിഴ് ജീവിതത്തെ നിരന്തരമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഈ അതിവിശിഷ്ട കൃതി അവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പുരാണത്തേക്കാൾ മേലെയാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു ഐതിഹാസിക ഗ്രന്ഥമായി തിരുക്കുറൾ എല്ലാ കാലത്തും കണക്കാക്കപ്പെടുന്നു. കുറൾ 323. ഒന്നാമതാം ധർമ്മം കൊല്ലായികതിൽ പിന്നിലുള്ളതോ സത്യം കതിക്കൽ. ഒരു ജീവനെ പോലും സൃഷ്ടിക്കാൻ നമുക്കാവില്ല. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ജീവിയെയും കൊല്ലാനുള്ള അധികാരവും നമുക്കില്ല. കൊല്ലരുത് ആരെയും ഒന്നിനെയും. ധർമ്മത്തിൻ്റെതായ സമഗ്രത ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ പറയാവുന്ന ഉത്തരമാണ് അഹിംസ. വിലക്കപ്പെട്ടതൊന്നും ചെയ്യാതിരിക്കുക എന്നിടത്ത് നിഷ്ക്രിയത്വം പോലും കർമ്മമായി മാറുന്നു. കൊല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുന്നതിലുമുണ്ട് പുണ്യം. കർമ്മം ചെയ്യാതെ തന്നെ പുണ്യം കിട്ടുന്ന അവസ്ഥ. മനുഷ്യർ മറ്റൊരു ജീവജാലത്തിന് ഒരു പരിക്കും വരുത്തരുത് എന്ന അഹിംസയുടെ പ്രമാണത്തിൽ ഒരാളുടെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും ഉൾപ്പെടുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ദൈവീക ആത്മീയ ഊർജത്തിന്റെ തീപ്പൊരി ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ മറ്റൊരു ജീവിയെ വേദനിപ്പിക്കുന്നത് സ്വയം ഉപദ്രവിക്കുന്നതിന് തുല്യമാണെന്നും എല്ലാ അക്രമ പ്രവർത്തനങ്ങൾക്കും കർമ്മഫലങ്ങൾ ഉണ്ടെന്ന ആശയവുമായി അഹിംസ ബന്ധപ്പെട്ടിരിക്കുന്നു. CE 5-ാം നൂറ്റാണ്ടിൽ തിരുവള്ളുവർ ഒരു വ്യക്തിയുടെ സദ്ഗുണങ്ങളായി അഹിംസയും ധാർമ്മിക സസ്യാഹാരവും ഊന്നി പറഞ്ഞിരിക്കുന്നു. ആധുനിക കാലത്ത് അഹിംസാ തത്വത്തിന്റെ ഏറ്റവും ജനകീയനായ വക്താവ് മഹാത്മാഗാന്ധി ആയിരുന്നു. ധർമ്മത്തിൽ 1-ാം സ്ഥാനം അഹിംസയാണ്, പിന്നെയാണ് സത്യസന്ധത. ഒന്നാമതാം ധർമ്മം കൊല്ലായികതിൻ പിന്നിലുള്ളതോ സത്യം കതിക്കൽ. താങ്ക് യു. Thank you, ma'am. Kural 323. Kural 323 states that the greatest virtue is non-violence, followed by truthfulness. Mahatma Gandhi, a prominent figure who championed non-violence, exemplified this principle throughout his life. He led India's independence
movement against British rule through peaceful means like civil disobedience, boycotts, and non-cooperation. Gandhi believed that violence begets violence and that true strength lies in non-violent resistance. He famously said, "The weak can never forgive. Forgiveness is the attribute of the strong." His unwavering commitment to truth and nonviolence inspired millions and continues to influence social and political movements worldwide. Gandhi's life serves as a powerful testament to the transformative power of nonviolence and truthfulness, echoing the profound message of Tirukural 323. Non-killing is noble dharma. Next comes truthfulness. Thank you. ഒൻഡാകെ നല്ലത് കൊല്ലാമൈ മറ്റു അതൻ പിൻചാര പൊയ്യാമൈ നണ്ട്. കുരൾ 324. நல்லாறு எனப்படுவது யாதெனில் யாதொன்றும் கொல்லாமை சூழும் நெறி. நல்ல வழி என்று அறநூறுகளால் சொல்லப்படுவது எது என்றால் எந்த உயிரையும் கொல்லாத அறத்தை போற்றும் நெறியாகும். നല്ലാറെ எனப்படுவது മുക്തിയും സദ്ഗതിയും കൈവരുന്നതിന് നല്ല മാർഗം എന്നറിയപ്പെടുന്നത് യാതൊന്നിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് യാതൊന്നും ഏതൊരു ജീവിയെയും കൊല്ലാമെ കൊല്ലാതിരിക്കുക എന്ന ചൂഴും നെറി ധർമ്മത്തെ പിൻപറ്റുന്ന മാർഗം തന്നെ എന്ന് കവി പറയുന്നു. സദ്ഗതിയുടെയും മുക്തിയുടെയും ധന്യമായ ധർമ്മമാർഗം എന്ന് വിശിഷ്ട ഗ്രന്ഥങ്ങൾ വാഴ്ത്തി പറയുന്നത് ഏതിനെയാണ് എന്ന് ചോദിച്ചാൽ അത് ഒരൊറ്റ ജീവിയെ പോലും കൊല്ലാതെ സഹാനുഭൂതിയോടെ വാഴുന്ന അഹിംസാ ധർമ്മത്തിന്റെ മാർഗത്തിൽ തന്നെയാകുന്നു എന്ന് തിരുവള്ളുവർ പറയുന്നു. ഇവിടെ ഒരു ഇതും കൂടി പറയാം. വളരെ പ്രസിദ്ധമായ ഒരു ഒരു ഋഷി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കാഞ്ചി കാമകോടി നമുക്ക് പറയുന്ന കാഞ്ചിപുരത്ത് വസിക്കുന്ന ഒരു, അതായത് ഹിന്ദുക്കളുടെ ഇതിൽ വളരെ സന്യാസി ഇതിനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരിക്കൽ മധുരയില് സന്ദർശനത്തിന് പോയിരുന്നു. അവിടെ ഒരു സ്കൂളിലായിരുന്നു താമസിച്ചത്. തുടർച്ചയായിട്ട് 3 ദിവസം മഴയായിരുന്നു. അവിടെ എല്ലാം ആ തെരുവുക്കളെല്ലാം വീതികളെല്ലാം നിറഞ്ഞ് വെള്ളം നിൽക്കുകയായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുതിയ വാങ്ങിച്ച കാറിലോട്ട് കയറ്റി അമ്പലത്തിൽ കൊണ്ട് ദർശനം ചെയ്യിപ്പിക്കണമെന്ന് അതിനു വേണ്ടി വന്നു, കാർ കൊണ്ടിട്ടിട്ട്. അപ്പം കാഞ്ചി പെരിയവാൾ നമ്മൾ പറയാറില്ല, കാഞ്ചി ആ സന്യാസിനി പറഞ്ഞു, തൻ്റെ സിൽപ്പന്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, റോഡിൽ എങ്ങനെയുണ്ട് മഴയുടെ രീതി, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷെ അവിടെ മുഴുവൻ ചെളിയും ഇതൊക്കെയാണ്. ആ ചെളിയിൽ പുഴുക്കളും പിന്നെ ഒച്ച് എന്നുള്ള ജന്തുക്കളൊക്കെ വളരെ പ്രയാസപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം, മഴയൊക്കെ തോർന്ന് വെയിലൊക്കെ വന്നിട്ട് അതിനുശേഷം നമുക്ക് പോവാം. ഇപ്പൊ കാറിൽ പോകണമെങ്കിൽ ഈ ജീവജാലങ്ങളെല്ലാം നമ്മളത് കൊന്നിട്ടായിരിക്കും അങ്ങോട്ട് പോകേണ്ടത്, അമ്പലത്തിലേക്ക് പോകേണ്ടത്. അത് ഒഴിവാക്കുക പറഞ്ഞിട്ട് പിന്നെ മഴയൊക്കെ തോർന്ന് വളരെ വെളിച്ചമൊക്കെ വന്നതിന് ശേഷം നടന്നു തന്നെയാണ് അമ്പലത്തിലോട്ട് പോയത്. അതായത് ഈ മഹാന്മാർ, അതായത് ഏത് മതത്തിലായാലും മഹാന്മാർ എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ ഉന്നതമായ ചിന്താഗതിയും മറ്റും ഉള്ളവരാണെന്ന് പറയാം. അറിഞ്ഞുപോലും ഒരു ജീവജാലത്തിനെയും ഉപദ്രവിക്കാൻ അവരെ മുതിരില്ല എന്നുള്ള ഒരു ഇതും കൂടി, അനുഭവം കൂടി ഇതിൽ പറയുന്നു. കുറൾ 324. നല്ലാറെനപ്പെടുവർ
യാതൈനിൻ യാതൊന്നും കൊല്ലാമൈ ചൂഴും നെറി. ധർമ്മവും ശാസ്ത്രവും കാറ്റിടും ബന്ധാവു സഹജീവിതനുടെ ത്രാണനം ഒന്നുതാൻ നല്ലതാം മാർഗമേ ഏതൊന്നിന് കൂടിയും കൊല്ലാമൈ വാഴുന്ന മാർഗം. എല്ലാ ധർമ്മശാസ്ത്രങ്ങളും ഉദ്ഘോഷിക്കുന്ന ഒരേ ഒരു തത്വം തന്നെയാണ് അഹിംസ, സത്യം. പ്രധാന തത്വം സഹജീവികളുടെ രക്ഷണം ഒന്ന് മാത്രം തന്നെയാണ്. അതാണ് ഏത് പുരാണങ്ങളായാലും ഗ്രന്ഥങ്ങളായാലും ഉദ്ഘോഷിക്കുന്നത്. അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസിക്കാതിരിക്കുക, ഒന്നിനെയും കൊല്ലാതിരിക്കുക. നമ്മുടെ ജീവൻ പോലെ തന്നെയാണ് മറ്റുള്ളവരെ ജീവനും മറ്റു ജന്തുക്കളുടെ ജീവനും നാം പ്രാധാന്യം നൽകുകയാണ് വേണ്ടത്. പുല്ലും പൂമ്പാറ്റയും മനുഷ്യനും സിംഹവും ആനയും എല്ലാം ജീവനുള്ളവയാണ്. അതിനെ നശിപ്പിക്കുന്നത് അധർമ്മമെന്ന് നീതിശാസ്ത്രങ്ങളെല്ലാം തന്നെ പ്രവചിക്കും. ഒന്നിനെയും നശിപ്പിക്കാതെ ഹിംസിക്കാതിരിക്കുക സജ്ജീവിത മാർഗമാണ്, മോക്ഷപ്രാപ്തിക്കുള്ള വഴിയാണ്. മോക്ഷപ്രാപ്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന തപസ്സികൾ ഒരു പ്രാണനെയും കൊല്ലാൻ ആഗ്രഹിക്കാത്തവർ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ധർമ്മ മാർഗം. അതിനാൽ നാം നമ്മുടെ ജീവൻ പോലെ തന്നെ അന്യജീവനെയും രക്ഷിക്കുക, ഒന്നിനെയും ഹിംസിക്കുക. എന്നാൽ നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള വഴി തുറന്നു ലഭിക്കും എന്ന് തിരുവള്ളുവർ പ്രവചിക്കുന്നു. കുറൽ 324. നല്ലാറെ നപ്പെടുവത് യാതിനിൻ യാതൊണ്ടും കൊല്ലാമായി ചൂഴും നെറി. Righteousness is the path of dharma, not killing any being. You ask yourself, what is the good and perfect way? Good path is that which considers how it may avoid killing any creature. നല്ലാറെ നപ്പെടുവത് യാതിനിൻ യാതൊണ്ടും കൊല്ലാമായി ചൂഴും നെറി. All this, sir. Thank you. നല്ലാറെ നപ്പെടുവത് യാതൊണ്ടും കൊല്ലാമേ ചൂഴും നെറി. കുറൽ 325. நிலை அஞ்சி நீத்தாருள் எல்லாம் கொலை அஞ்சி கொல்லாமை சூழ்வான் தலை. வாக்கின் தன்மையை கண்டு அஞ்சி துறந்தவர்கள் எல்லாரிலும் கொலை செய்வதற்கு அஞ்சி கொல்லாத அறத்தை போற்றுகின்றவன் உயர்ந்தவன். അതായത് നിലൈ പുനർജന്മ ചക്രത്തിന്റെ അവസ്ഥ, അതാണ് ആ നില അല്ലെങ്കിൽ സ്ഥാനം എന്ന് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ആ അങ്ങനത്തെ ഒരു അവസ്ഥയെ അഞ്ചി ഭയന്ന് നീത്താരുൾ സന്യാസം കൈക്കൊണ്ടവരെക്കാൾ എല്ലാം തലൈ മീതയാണ് കൊലയഞ്ചി ഹിംസ പാപം ഭയന്ന് കൊല്ലാമൈ സൂർവാൻ അഹിംസ വ്രതത്തിൽ ജീവിക്കുന്നവൻ. അത് എല്ലാം ഉപേക്ഷിച്ച് സന്യാസം വരിക്കുന്ന അവർക്കാൾ ശ്രേഷ്ഠനാണ് ഒരു ജീവനെ പോലും കൊല്ലാതിരിക്കുന്ന വ്യക്തിയുടെ സ്ഥാനം. പുനർജന്മ ചക്രത്തിന്റെ തിരിച്ചിലും ജീവിത ദുഃഖങ്ങളും ഭയന്ന് സന്യസിക്കുന്നവരെക്കാൾ എത്രയോ മേലെയാണ് കൊല ചെയ്യുന്നതിലുള്ള മഹാഭാവത്തെ ഭയന്ന് കർശനമായ അഹിംസാ വ്രതം ദീക്ഷിച്ച് ജീവിക്കുന്നവൻ എന്ന് തിരുവള്ളുവർ പറയുന്നു. ഇവിടെയും ഒരു ചെറുകഥ അല്ലെങ്കിൽ ഒരു അനുഭവം പറയാം. തമിഴ്നാട്ടിലെ വടലൂർ എന്നുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ രാമലിംഗ അടികൾ എന്നുള്ള ഒരു
തത്വജ്ഞാനി ഉണ്ടായിരുന്നു. എല്ലാം ചെറുപ്പത്തിലേ അയാൾ ഇത് പറഞ്ഞ പോലെ പിന്നെ ദൈവ പ്രാർത്ഥനയിലും ജീവിത രീതിയിലൊക്കെ ആയിരുന്നു. ഹിംസ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇതിന് അറിയപ്പെടുന്നത് വള്ളലാർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കൽ അദ്ദേഹം ചെന്നൈയിലുള്ള ഒരു അമ്പലത്തിന്റെ അടുത്തുകൂടി നടന്നു പോവുകയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മഹിമയെ കുറിച്ച് അറിയുന്ന ആ ഗ്രാമക്കാർ വന്നു കൂടിയിട്ട് പറഞ്ഞു, സ്വാമിജി ഈ വഴിക്ക് പോവുകയല്ലേ, ഇവിടുത്തെ ദേവിയുണ്ട്, ആ ദേവിയെ പ്രകീർത്തിച്ച് 1-2 പാട്ടുകളൊക്കെ പാടി ചെല്ലുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ഇവിടെ അമ്പലത്തിൽ നിങ്ങൾ ജീവബലി കൊടുക്കുന്നുണ്ടല്ലോ, ആടിനെയും മാടിനെയും കോഴിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ഒന്ന് നിർത്തുകയാണെങ്കിൽ ഞാൻ പാട്ട് പാടാം. അവരൊക്കെ ചേർന്നിട്ട് മറുചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ദേവിക്ക് ഇത് ഉണ്ടാകത്തില്ലേ, ദേവി ഹോമം ഉണ്ടാകത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഒരു ദൈവവും നരബലിയോ മാത്രമല്ല ഒരു ജീവബലിയും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളത് നിർത്തി നോക്ക് എന്ന് പറഞ്ഞു. അവരത് നിർത്തുകയും ചെയ്തു. അദ്ദേഹം ദേവിയെ പ്രകീർത്തിച്ച് പാട്ടുപാടി അവിടുന്ന് പോവുകയും ചെയ്തു. ഇനി ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ബലി ചെയ്യാറില്ല എന്ന് പറയുകയും അന്നു മുതൽ അവിടെ ആടിനെയോ കോഴിയോ ഒന്നും ബലി കൊടുക്കുന്നത് നിർത്തുകയും ചെയ്തു. ഒരു തപസ്സിയുടെ ആ ഒരു ആത്മബലം കൊണ്ട്, ആ വാക്കുകൊണ്ട് ആ ഒരു നല്ല പുണ്യകർമ്മം നടന്നു എന്ന് എനിക്കിവിടെ പറയാൻ സാധിക്കുന്നു. തിരുക്കുറൾ ഭാഗം 1, ധർമ്മപ്രകരണം, ധർമ്മമാർഗം, സന്യാസാശ്രമം. അധികാരം 33. വിഷയം ഒല്ലാമൈ, അഹിംസ. കുറൾ 325. ജനമൃതി ഭയത്തിനാൽ സന്യസിപ്പോരെക്കാൾ കൊലയഞ്ചും ധർമ്മിഷ്ഠൻ മേലെ. ജനിമൃതി ഭയത്തിനാൽ സന്യസിപ്പോരെക്കാൾ കൊലയഞ്ചും ധർമ്മിഷ്ഠൻ മേലെ. മറ്റൊരു തർജ്ജമയാണ്, കൊലയിൽ ക്രൂരഭാവത്തെ ഭയന്നു പിന്മാറുന്നവൻ ജീവതത്വം അറിഞ്ഞോരിൽ ഏറ്റവും ശ്രേഷ്ഠനായിടും. കൊലയിൽ ക്രൂരഭാവത്തെ ഭയന്നു പിന്മാറുന്നവൻ ജീവതത്വം അറിഞ്ഞോരിൽ ഏറ്റവും ശ്രേഷ്ഠനായിടും. ഒരുവനെ കൊല്ലുന്നത് ഏറ്റവും പാപമാണ്. കൊല ചെയ്യാതെ ഭയന്നു പിന്മാറുന്നവൻ ജീവതത്വം അറിഞ്ഞവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ സന്യാസികൾക്കൊപ്പം എന്ന് കുറൾ. അതെ, ആർക്കും ആരെയും കൊല്ലാനുള്ള അധികാരമില്ല. എത്ര തന്നെ ക്രൂരത പ്രവർത്തിക്കുന്നവരാകിലും ഹിംസിക്കാൻ മറ്റൊരുവന് എന്തധികാരം? ഇപ്പോൾ മിക്കവാറും സ്വന്തം വീട്ടിലെ അംഗങ്ങളെ, ഭർത്താവ് ഭാര്യയെ, അയൽവാസികൾ തമ്മിലും കൊല ചെയ്യുന്ന വാർത്തകൾ ഒരു ഞെട്ടലോടെയാണ് നാം കാണുന്നതും കേൾക്കുന്നതും. അതുപോലെ ഓരോ ദിവസവും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ എത്ര നിരപരാധികളാണ് മരിക്കുന്നത്. ഇവിടെ അഹിംസയാണ് വിഷയം. അഹിംസ എന്നാൽ ആരെയും ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കൽ, ഹിംസിക്കാതിരിക്കൽ എന്നതാണ്. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഉള്ളില് അഹിംസാഭാവം വളരുന്നത് എന്ന് നോക്കിയാൽ അദ്വൈത നിലയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഒരുവനിൽ അഹിംസാ സ്വഭാവം ഉണ്ടാകുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. ഞാൻ നീ എന്ന് വേർതിരിച്ച് കാണുന്നിടത്തോളം കാലം നമ്മുടെ എല്ലാ പ്രവർത്തികളും മറ്റുള്ളവർക്ക് ഒരു ഹിംസ തന്നെയായിരിക്കും. അഹിംസ മനുഷ്യന്റെ സ്വഭാവമാണ്. 2-3 തലമുറകൾക്ക് മുമ്പ് വരെ ഏറെക്കുറെ എന്റെ നിന്റെ എന്ന മനസ്സ് കുറവായിരുന്നു. ഭാരതത്തിന്റെ സർവശ്രേഷ്ഠമായ ദർശനമാണ് അഹിംസ. അഹിംസാപരമായ ധർമ്മം എന്നാൽ എപ്പോഴാണോ മാനവൻ ഈ പരമമായ ധർമ്മത്തിൽ ഇരുന്ന് കർമ്മം ചെയ്യുന്നത്, അപ്പോൾ മാനവനെന്ന നമ്മളുടെ രൂപം മാറും. ഓരോ നാരിയും ശ്രീലക്ഷ്മിയാകും.
ഓരോ നരനും നാരായണനാവും. അങ്ങനെ നാരി ശ്രീലക്ഷ്മിയെ പോലെയും നരൻ ശ്രീനാരായണനെ പോലെയും ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുന്ന ആ കാലഘട്ടത്തെയാണ് നാം ദൈവ കാലഘട്ടമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അഹിംസ എന്ന സർവശ്രേഷ്ഠ ധർമ്മം നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ഉയരത്തിൽ കൊണ്ടുപോകും. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജനിമൃതി ഭയത്തിനാൽ സന്യസിപ്പോരെക്കാൾ കൊലയഞ്ചും ധർമ്മിഷ്ഠൻ മേലെ. ജനിമൃതി ഭയത്തിനാൽ സന്യസിപ്പോരെക്കാൾ കൊലയഞ്ചും ധർമ്മിഷ്ഠൻ മേലെ. ഓവർ. Literal 325 state that one who accepts non-violence, fearing sin of murdering, is greater than men who take on to renunciation, afraid of sorrow of life. All those who, fearing the permanence of earthly births, have abandoned desire. He is the chief who, fearing the guilt of murder, consider how he may avoid the destruction of life. ഐഹിക ജന്മങ്ങളുടെ ശാശ്വതയെ ഭയന്ന് ആഗ്രഹം ഉപേക്ഷിച്ച് എല്ലാവരിലും കൊലപാതകത്തിന്റെ കുറ്റം ഭയന്ന് ജീവനനാശം എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. നിലേ അഞ്ചി നീത്താരും എല്ലാം കൊലേ അഞ്ചി കൊല്ലാമേ ചുവാർത്തടേ. കുറൾ 326. അതുപോലെ സാർ തുടങ്ങോ? അതുപോലെ സാർ സ്റ്റാർട്ട് ചെയ്യോ? യെസ്. கொல்லாமை மேற்கொண்டு ஒழுகுவான் வாழ்நாள் மேல் செல்லாது உயிர் உண்ணும் குற்றம். അതായത് കൊല്ലാമൈ എന്ന് പറയുന്ന ഒരു ഇത് ഫോളോ ചെയ്യുന്നവൻ ഉയിർ ഉണ്ണം കുറ്റം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് തിരുവള്ളുവർ പറയുന്നത്. അത് ഒരു വ്രതം പോലെ നമ്മൾ ഫോളോ ചെയ്യണം. കൊല്ലാമൈ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ ഒരു വ്രതമായിട്ട് ചെയ്താൽ ആയുസ് അവനക്ക് മൃത്യു കിട്ടുമെന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. താങ്ക് യു സർ. തിരുക്കുറൾ ഒരു സാഹിത്യ മാസ്റ്റർ പീസ് മാത്രമല്ല, സാധാരണ ജീവിതത്തിനുള്ള അസാധാരണമായ വഴികാട്ടിയാണ്. അത് നമുക്ക് നീതിയുടെ പാത കാണിക്കുകയും നിസ്വാർത്ഥമായ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മഹത് ഗ്രന്ഥത്തിന്റെ പ്രസക്തി കാലാതീതമായി നിലനിൽക്കുകയും എല്ലാ തലമുറകൾക്കും പ്രചോദനമാവുകയും ചെയ്യും. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വായിക്കുവാനും പ്രയോജനപ്പെടുത്താനും കഴിയുന്ന പ്രചോദനാത്മകമായ ആശയങ്ങൾ നിറഞ്ഞ ഒരു നിധിയാണ് തിരുക്കുറൾ. കുറൾ 336. കൊല്ലായ്മയാം വ്രതം പൂണ്ടോന്റെ ആയുസ്സിൽ ചെല്ലുകയിൽ ഉയിരുണ്ണും മൃത്യു. എല്ലാ ഭയത്തെയും ജയിച്ച ആൾക്ക് അഹിംസ പൂർണ്ണനിഷ്ഠയിൽ അനുഷ്ഠിക്കുവാനുള്ള യോഗ്യതയുള്ളൂ. അഹിംസയുടെ സജീവ അവസ്ഥയത്രേ സ്നേഹം. ഏതു തരത്തിലുള്ള ചൂഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുന്നവർക്ക് മാത്രമേ അഹിംസ വ്രതം പോലെ അനുഷ്ഠിക്കുവാനുള്ള മനോധൈര്യം ഉണ്ടാവൂ. പുനർജന്മ ചക്രത്തിന്റെ തിരിച്ചിലും ജീവിത ദുഃഖങ്ങളുമായ വ്രതം തന്നെയാണ് അഹിംസ. സ്വന്തം ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അത്ര തന്നെ വിലപ്പെട്ട ഒരു ജീവനെ അപഹരിക്കുക എന്നത് മഹാപാപം തന്നെ. രോഗം, അപകടം, മറ്റു വിധത്തിലുള്ള ആപത്സന്ധികൾ തുടങ്ങി പല ഗുരുതരാവസ്ഥകളിലും ആത്മരക്ഷയാണല്ലോ പ്രധാനം. ഔഷധത്തിനു വേണ്ടിയോ ആത്മരക്ഷയ്ക്കു വേണ്ടിയോ അങ്ങനെ ചെയ്യാതെ മറ്റൊരു രക്ഷാമാർഗവുമില്ല എന്ന അവസ്ഥയിൽ പോലുമോ അപഹരിച്ചുകൂടാത്തതാണ് മറ്റൊന്നിന്റെ ജീവൻ. തന്നെ ബലി കൊടുത്തുകൊണ്ട്
മറ്റൊന്നിന്റെ ജീവൻ രക്ഷിക്കുക എന്നതാണ് ധർമ്മം. അഹിംസാവ്രതത്തിൽ ഉറച്ചു നിൽക്കുന്നവന്റെ ജീവിതത്തിൽ മൃത്യുദേവൻ ഇടയ്ക്ക് കടന്നു വരില്ല. വിധിച്ച ആയുസ് മുഴുവൻ അയാൾക്ക് സുഖസമേതം വാഴാം. അപമൃത്യു ഇല്ലേ ഇല്ല. കൊല്ലായ്മയാം വ്രതം പൂണ്ടോന്റെ ആയുസ്സിൽ ചെല്ലുപുല്ലുയിരുണ്ണും മൃത്യു. താങ്ക് യു. Untimely death would introduce one's practicing dharma of non-killing. കൊല്ലാമൈ മേർകൊണ്ട് ഒഴുകുവാൻ വാഴാൻമേൽ ചെല്ലായത് ഉയർ ഉണ്ണും കുറ്റും. 327. குறள் 327. தன் உயிர் நீப்பினும் செய்யற்க தான் பிரிது இன்னுயிர் நீக்கும் வினை. அதாவது தனது உயிர் போனாலும் மற்ற உயிரை அதற்காக வேண்டி கொல்லாதிருத்தல் நல்லது என்று வள்ளுவர் கூறுகிறார். അതായത് തൻ്റെ ഉയിരെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു ഉയിരെ കൊല്ലാതിരിക്കുക എന്നതാണ് അതിൻ്റെ സാരാംശം. ഓവർ സർ. സാറേ മൈക്ക് ഓൺ ചെയ്തില്ലായിരുന്നതാ. ഓക്കെ. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണം ധർമ്മമാർഗം സന്യാസാശ്രമം. അധികാരം 33 കൊല്ലാമൈ അഥവാ അഹിംസ. കുറൾ 327. തനതുയിരു പോക്കിലും ചെയ്യായിക മറ്റൊന്നിൻ ഇനിതുയിരു പോക്കുന്ന പാപം. തനതുയിരു പോക്കിലും ചെയ്യായിക മറ്റൊന്നിൻ ഇനിതുയിരു പോക്കുന്ന പാപം. മറ്റൊരു തർജ്ജമയാണ് സ്വന്തം ജീവൻ പിരിയുന്ന നേരമതൊഴിവാക്കുവാൻ മറ്റൊരുത്തന്റെ ജീവന് ഹാനിയുണ്ടാക്കിടായിക നീ. സ്വന്തം ജീവൻ പിരിയുന്ന നേരമതൊഴിവാക്കുവാൻ മറ്റൊരുത്തന്റെ ജീവന് ഹാനിയുണ്ടാക്കിടായിക നീ. അതായത് സ്വന്തം ജീവന് അപകടമുണ്ടാകുന്ന അവസ്ഥയിൽ സ്വരക്ഷയ്ക്കായി അപരന്റെ ജീവന് ഹാനി ഉണ്ടാക്കാതിരിക്കലാണ് പരമമായ അഹിംസ. സ്വന്തം ജീവൻ പിരിയുന്നതൊഴിവാക്കുവാൻ മറ്റൊരുത്തന്റെ ജീവന് ഹാനി ഉണ്ടാക്കാതിരിക്കുക അത് പാപമാണ്. ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത് എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ നമുക്ക് അറിയാം. അറിഞ്ഞോ അറിയാതെയോ നാം എത്ര ജീവികളെയാണ് ഹിംസിക്കുന്നത്. കൊന്നാൽ പാവം തിന്നാൽ തീരും എന്നൊരു ആപ്തവാക്യമുണ്ട്. ഒട്ടും തന്നെ ഭക്ഷണം ലഭ്യമല്ല എങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ അനുവദിക്കുന്നത്. മാംസഭോജികളായ മൃഗങ്ങൾക്ക് മറ്റൊന്നിനെ ഹിംസിക്കാതെ അവയുടെ ഉയിരിനെ സംരക്ഷിക്കാനാകില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹിംസകൾ ഒഴിവാക്കാവുന്നതാണ്. ഹിംസയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ നമുക്ക് എങ്ങനെ അഹിംസാത്മകരായിട്ട് മാറാം. അഹിംസയുടെ കുറച്ചുകൂടി നമുക്ക് അഹിംസയെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഈ നാടിനെ സ്വർഗമാക്കി മാറ്റുക അല്ലെങ്കിൽ ഈ ഭൂമിയെ തന്നെ സ്വർഗമാക്കി മാറ്റാൻ, വീടുകളെ സുഖസമാധാന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ധർമ്മത്തിലിരുന്ന് നാം കർമ്മം ചെയ്താൽ മാത്രമേ അഹിംസാകരമായ ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് സുഖ അന്തരീക്ഷം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നിത്യേന നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഹിംസകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തൊക്കെയാണവ? ഹിംസയ്ക്ക് ഏറ്റവും ചെറിയൊരു തലമുണ്ട്, നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നത്. അതാണ് നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. ഒന്ന് വിചാരങ്ങളുടെ ഹിംസ.
പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള നമ്മുടെ ദിനചര്യകൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എത്ര ഹിംസ ചെയ്യുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ആരെയും തോക്കെടുത്ത് വെടിവെക്കുന്നില്ല, വാളെടുത്ത് വെട്ടുന്നില്ല. എന്നാൽ ഓരോ ദിവസവും നമ്മളുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ, അതുപോലെ നമ്മുടെ മനസ്സിലെ അശുഭ വിചാരങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ അഹിംസയ്ക്ക് വിഘാതമായി നിൽക്കുന്നുവെന്ന് നമുക്ക് കാണാം. തനതുയിരു പോക്കിലും ചെയ്യായിക മറ്റൊന്നിൻ ഇനി തുയിരു പോക്കുന്ന പാപം. തനതുയിരു പോക്കിലും ചെയ്യായിക മറ്റൊന്നിൻ ഇനി തുയിരു പോക്കുന്ന പാപം. ഓവർ. റോയ് സർ, അൺമ്യൂട്ട് ചെയ്യ്. സർ അൺമ്യൂട്ട് ചെയ്യ്. Quran 3:27 states that even to prevent all death, don't enact the deed of sacrificing another life. Even if one were to sacrifice one's own life, do not commit the act of taking another life. Let no one do that which would destroy the life of another, although he should by so doing lose his own life. ജീവിതം നശിക്കേണ്ടി വരുമ്പോഴും മറ്റുള്ളവർ വിലമതിക്കുന്ന ജീവനെ കൊല്ലരുത്. മറ്റൊരാളുടെ ജീവൻ നശിക്കുന്ന പ്രവൃത്തി ആരും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ സ്വന്തം ജീവനും നഷ്ടമാണ്. തൻ ഉയർ നീപ്പിനും ചെയ്യർക്ക് താൻ പിറത് ആൻ ഉയർ നീക്കും വിനൈ. കുറൾ 328. குறள் 328. நன்றாகும் ஆக்கம் பெரிதெனினும் சான்றோர்க்கு கொன்றாகும் ஆக்கங்கடை. கொலை செய்வது கொண்டு நன்மையே கிடைக்கும் என்றாலும் அது பெரிதாக இருந்தாலும் சான்றோர்க்கு கொலையால் வரும் ஆக்கம் மிகவும் എളിതാകും. അത് വളരെ മോശമായ ഒരു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാളെ കൊന്നാൽ കിട്ടുന്ന നന്മ നമുക്ക് കിട്ടേണ്ട ഒരു പൊരുളായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്തായിരിക്കാം. അത് എത്ര വലുതായാലും എത്ര നല്ലതായാലും അത് കൊന്നുകൊണ്ട് കിട്ടുന്നത് നല്ലതല്ല എന്നാണ് വള്ളുവർ പറയുന്നത്. நன்றாகும் ஆக்கம் பெரிது எனினும் சான்றோர்க்கு கொஞ்ச ஆகும் ஆக்கம் கடை. ഉത്തമ ലാഭം പെരുക്കിലും സത്തർക്കു ഹതൃതൻ നേട്ടമോ ഹീനം. ഹിംസയാൽ സമ്പത്തു ലഭ്യമാണെങ്കിലും നാശതമെന്നോർത്തു ത്യജിച്ചിടും പ്രാജ്ഞരും. ഹിംസാപ്രവൃത്തികൾ കൊണ്ട് എത്ര തന്നെ സമ്പത്തുണ്ടായാലും അത് പിൽക്കാലത്ത് നാശത്തിന് വഴിതെളിക്കും എന്നാണ് പറയുന്നത്. നാശമുണ്ടാകും എന്ന് അറിവുള്ളവർ അതുകൊണ്ട് ഹിംസ ചെയ്യുന്നില്ല, ചെയ്യാതിരിക്കുക. പിൽക്കാലത്ത് അതുകൊണ്ട് യാതൊരു ഗുണവും ഒരു നന്മയും നമുക്കുണ്ടാവുകയില്ല. തൽക്കാലം സമ്പത്തുണ്ടാക്കാം. യാഗകർമ്മങ്ങൾക്ക് ബലിദാന കർമ്മം നടത്താറുണ്ട്. എന്നാൽ ഇത് ക്ഷണിക സുഖത്തിനും അല്പമായ ഐശ്വര്യത്തിനും മാത്രമേ ഉതകൂ. ഗൃഹസ്ഥാശ്രമവാസികളും സന്യാസാശ്രമവാസികളും വിദ്വാൻമാരായതിനാൽ അവർക്ക് ബലി അഥവാ ഹിംസ എന്നത് വർജ്യം തന്നെയാണ്. യാഗകർമ്മങ്ങൾക്കു ശേഷം ഹിംസ ചെയ്യുന്നവർ വീണ്ടും ജന്മദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇവർ സ്വർഗപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി ഇവർക്ക് ലഭിക്കുകയില്ല. യാഗവും യോഗവും രണ്ടും രണ്ടാണ് എന്ന് കൽപ്പിതം. അതിനാൽ നാം ഒരിക്കലും അന്യ ജീവികളെ ഹിംസിക്കാതിരിക്കുക. തൽക്കാല ഹിംസ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സമ്പത്ത്, പിന്നെ അതുകൊണ്ട് മാത്രം ഉപജീവനം ജീവിക്കുന്നവരുണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് സമ്പത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താണ് പിൻകാലത്ത് സംഭവിക്കുന്നത്? നാശമുണ്ടാകുന്നു. അത് ശാശ്വതമല്ല. നാശത്തെ തന്നെ
നമുക്കുണ്ടാക്കും. നമുക്ക് സമാധാനം കിട്ടുകയില്ല, സ്വർഗപ്രവേശനമില്ല, സ്വർഗപ്രാപ്തി, മോക്ഷപ്രാപ്തി ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഉത്തമലാഭം ഭരിക്കലും സത്തർക്കുഹർത്തൃ തന്നേട്ടമോഹീനം. താങ്ക് യു സർ. Killing on sacrifice may be high, but for the learning, boon through murder is contemptious. നൻറാകും ആക്കം പെരിയതിനും ചാൻഡോർക്ക് കൊണ്ടാകും ആക്കം കടേ. കുറൾ 329. குறள் 329. கொலை வினையராகிய மாக்கள் புலை வினையர் புன்மை தெரிவாரகத்து. கொலை தொழில் செய்யும் மக்கள் அதன் இழிவை ஆராய்ந்தவரிடத்தில் புலை தொழில் உடையவராக தாழ்ந்து தோன்றுவார். അതായത് കൊല ചെയ്യുന്നത് പുലൈത്തൊഴിൽ എന്നാണ് വള്ളുവർ പറയുന്നത്. അതായത് ഏറ്റവും താഴ്ന്ന കാര്യമാണ് കൊല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവര് അവര് ഉയർന്ന ആൾക്കാർ, സാൻഡോർ, അവർ പറയുന്നത് ഇവർ താഴ്ന്നവർ എന്നാണ് പറയുന്നത്. കൊല ചെയ്യുന്നവൻ താഴ്ന്നവൻ എന്നാണ് അർത്ഥം. താങ്ക് യു. തിരുവള്ളുവർ എന്ന ഋഷികവി ലോകത്തിന് സമ്മാനിച്ച അക്ഷയവും അമൂല്യവുമായ നിധിയായ തിരുക്കുറൾ സംഘസാഹിത്യത്തിലെ പുരാതന തമിഴ് ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ അടിസ്ഥാനപരമായി ഒരു പെരുമാറ്റച്ചട്ടം ഉപയോഗിച്ച് ജീവിത രീതിയെ ചിത്രീകരിക്കുന്നു. ഉയർന്ന ധാർമ്മികതയാണ് പെരുമാറ്റത്തിന്റെ അടിസ്ഥാനം. ഒരു വ്യവസ്ഥിതിയെയോ സിദ്ധാന്തത്തെയോ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ വാദിക്കുകയോ പ്രതിപാദിക്കുകയോ ചെയ്യാതെ തന്റെ കാലഘട്ടത്തെ മാത്രമല്ല എല്ലാ കാലത്തെയും മുഴുവൻ മാനവരാശിയുടെയും ക്ഷേമത്തിനും സന്തോഷത്തിനും ഊന്നൽ നൽകിയിരിക്കുന്നു. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം നമുക്ക് വിശദമായ ജീവിതാഖ്യാനങ്ങൾ കാണാം. അവയിൽ നിന്നുമുള്ള ഗുണപാഠങ്ങൾ കണ്ടെത്താം. എന്നാൽ തിരുക്കുറളിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരിടത്തും ജീവിത കഥാഖ്യാനമോ അനുഭവ വ്യാഖ്യാനമോ ഒന്നുമില്ല. അതെല്ലാം കടഞ്ഞെടുത്ത സത്തയായ ഗുണപാഠ കഥനം മാത്രം. അതും സൂത്രവാക്യം പോലെ എത്രയും ഒതുക്കി 2 വരി പോലും തികയാത്ത കുറും കവിതാ രൂപത്തിൽ വെറും 1.25 വരി. അങ്ങനെ ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 വിഭാഗങ്ങളിലായി 1330 ഈരടികൾ. ഒരു ജീവിതകാലം കഴിച്ചുകൂട്ടാൻ അത് തന്നെ അധികം. കുറൾ 339. കൊലയെ തൊഴിലാക്കും മർത്യരെ ജ്ഞാനികൾ കരുതുന്നു ചണ്ടാലന്മാരായി. കൊലയെ തൊഴിലാക്കും മർത്യരെ ജ്ഞാനികൾ കരുതുന്നു ചണ്ടാലന്മാരായി. പാപവൃക്ഷത്തിൽ കായ്ക്കുന്ന ഫലം ദുരന്തം. അത് നട്ടുവളർത്തിയവൻ അത് അനുഭവിച്ചേ തീരൂ. കൊല തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവരെ അതിന്റെ പിന്നിലെ മഹാപാപത്തെക്കുറിച്ച് അവർ അറിയുന്നില്ലെങ്കിലും ധർമാധർമ്മങ്ങൾ വിവേചിച്ചറിയുന്ന ജ്ഞാനികൾ ചണ്ടാലന്മാരായിട്ടേ കാണൂ. മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവിച്ചേ തീരൂ. പണ്ട് അന്യജീവനെ സ്വാർത്ഥം കരുതി ഹനിക്കുകയും ഉടലിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്ത ക്രൂരന്മാർ ഈ ജന്മത്തിൽ വികൃത ശരീരികളായി മാറാവ്യാധികൾ പിടിപെട്ടവരായി വർദ്ധിയുടെ ചൂളയിൽ നീറി ഇഴഞ്ഞു നീങ്ങുന്നു. കൊലയുടെ പാപം അനന്തര ജന്മങ്ങളിലും അവരെ നിഴൽ പോലെ പിന്തുടർന്ന് വേട്ടയാടുന്നു. ഈശ്വരൻ തന്നെയായാലും ഈ അനുഭവത്തിന് ഒരു മാറ്റവുമില്ല. ശ്രീരാമന്റെ അമ്പേറ്റ് ബാലി മരിച്ചു. ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കൃഷ്ണൻ ബാലിയുടെ പുനർജന്മമായ ജര എന്ന വേടന്റെ അമ്പ് കാൽവിരലിലേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ചെയ്ത കർമ്മത്തിന്റെ ഫലം തിരിച്ചു കിട്ടും. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല. മുജ്ജന്മത്തിൽ വസു എന്ന രാജാവിന്റെ ഭൃത്യനായിരുന്ന ഭരതൻ അവിടെ എത്തിയ സംഗമൻ എന്ന ധനികനായ വണിക്കിനെ ഒറ്റുകാരൻ എന്ന് പറഞ്ഞ് വധിച്ചു. ഈ ജന്മം ഭരതൻ കോവലനായി ജനിച്ചു. അതേപോലൊരു തെറ്റിദ്ധാരണയിൽ മറ്റൊരാളാൽ വധിക്കപ്പെട്ടു എന്ന് ചിലപ്പതികാര കഥ. ദുർവിചാരം ഹിംസയാണ്. വീൺവാക്ക് ഹിംസയാണ്. പരദ്രോഹം ഹിംസയാണ്. അന്യർക്കുള്ള വസ്തു കൈയടക്കുന്നത് ഹിംസയാണ്. വിദ്വേഷം ഹിംസയാണ്. ജാമ്യത്തിലിറങ്ങിയ
കൊലക്കേസ് പ്രതി 2 പേരെ കൂടി കൊലപ്പെടുത്തി. ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി. ഹിംസയില്ലാത്ത പുലരികളിലേക്ക് സ്നേഹത്തിന്റെ സൂര്യൻ ഉദിച്ചുയരട്ടെ. കൊലയെ തൊഴിലാക്കും മർത്യരെ ജ്ഞാനികൾ കരുതുന്നു ചണ്ടാലന്മാരായി. താങ്ക് യു. Quran 3:29 states that before men realizing result of the sin, murderers are heinous work. Whose trade is killing, always while they show, to mind of them who that is vileness know. കശാപ്പ് ചെയ്ത് ജീവിക്കുന്നവൻ ശവം തിന്നുന്നതിന് ചിത്രമാണ്. അവരുടെ മനസ്സിൽ ആരാണ് അധർമ്മം എന്നറിയുന്നത്? അവർ கொலை வினையர் ஆகிய மாக்கள் புலை வினையர் உண்மை தெரிவாரகத்து. குறள் 330. குறள் 330. உயிர் உடம்பின் நீக்கியார் என்ப செயிர் உடம்பின் செல்லாத்தி வாழ்க்கை அவர். இதன் அர்த்தம், நோய் நிறைந்த உடம்புடன் வறுமையால் இழிந்த வாழ்க்கையை இன்று வாழ்பவர்கள் முற்பிறப்பில் பிற உயிர்களை உடம்பிலிருந்து நீக்கி கொலை செய்தவர் என்றே അറിந்தോർ കൂറുവാർ. അതായത് ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം, ഇന്നലെ നേരത്തെ ഉഷ മാഡം പറഞ്ഞതുപോലെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാളെ നമുക്ക് തന്നെ അത് കിട്ടും എന്ന ഇതാണ്. അത് ദൈവത്തെ പോലും വിട്ടുവയ്ക്കില്ല എന്നാണ് ഉഷ മാഡം പറഞ്ഞത്. അത് തന്നെ ഇവിടെയും പറയുന്നത്. ഒരുത്തൻ ഇന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ നേരത്തെ ചെയ്ത കൊലയിന്റെ ശിക്ഷ എന്നാണ് വള്ളുവർ പറയുന്നത്. കുറൾ 330. உயிர் உடம்பின் நீக்கியார் எம்ப செயிர் உடம்பின் செல்லாத்தி வாழ்க்கை எவர். ഉടലിൽ നിന്നുയിനെ നീക്കിയോരെ ക്ഷുദ്ര വറുതിയിൽ വ്യാധിയോട് വാഴ്വോർ. രോഗാവസ്ഥയിലും ദാരിദ്ര്യത്തിന്റെ ദുഃഖത്തിലും ജീവിക്കുന്നവരെ മുൻ ജന്മത്തിലെ കൊലപാതകികളാണ് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. ഉരുവാം രോഗികൾ, കൊടും ദാരിദ്ര്യമേറ്റ മനുഷ്യർ, കൊല ചെയ്ത് കഴിഞ്ഞോരിൻ ജന്മമാണെന്ന് വിജ്ഞറുകൾ. ഉപസംഹാരം: ഒരു ജീവനെയും കൊല്ലാതിരിക്കുക എന്ന തത്വം പാലിക്കുന്ന ഒരാളുടെ ജീവിതത്തെ ദുർമരണം ചവിട്ടി മെതിക്കില്ല. ഒരാൾ സ്വന്തം ജീവൻ ത്യജിച്ചാലും മറ്റൊരു ജീവൻ എടുക്കാൻ ശ്രമിക്കരുത്. മൃഗങ്ങളെ കൊല്ലുന്ന കശാപ്പ് ജോലി വളരെ നിന്ദ്യമായ ഒന്നാണെന്നും സൂചിപ്പിക്കപ്പെടുന്നു. മുമ്പ് ഈ കശാപ്പ് ജോലി ചെയ്യുന്നവന്റെ മക്കളെയോ കുടുംബത്തിൽപ്പെട്ടവരെയോ കത്തോലിക്ക സഭയിൽ വൈദികരാകാൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു. അഴുകിയ ശരീരവും ദാരിദ്ര്യത്തിൽ മുങ്ങിയ ചീഞ്ഞ ജീവിതവുമുള്ളവരാണ് അവരെന്നാണ് ഒരു സങ്കല്പം. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ കൊലപാതകിയാണ് എന്ന് ബൈബിൾ വളരെ കുറെ കൂടി ഉന്നതമായ നിലയിൽ കൊലയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ എത്രമാത്രം മനുഷ്യനിൽ ജീവനോടുള്ള ബഹുമാനം
ഉണ്ടാകണമെന്നാണ് അത് സൂചിപ്പിക്കുക. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വാർത്തകൾ, ചെന്താമര, ഇന്നത്തെ പത്രത്തിൽ വളരെ ചെറിയ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്ന അമ്മാവൻ, 51 വെട്ടുകൊണ്ട് ഒരു പച്ച മനുഷ്യനെ അരിഞ്ഞു വീഴ്ത്തുന്ന രാഷ്ട്രീയ കൊലപാതകികൾ, ഒരു അധ്യാപകനെ ക്ലാസ്സിൽ കയറി വെട്ടിക്കൊല്ലുന്ന വേറൊരു പറ്റം ആളുകൾ, നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇഞ്ചിഞ്ചായി മനുഷ്യനെ, ഒരു കുടുംബത്തിൽപ്പെട്ടവരെ, നിരവധി ആളുകളെ കൊന്ന കൂടത്തായി ജോളി, ഇവരുടെയൊക്കെ ഇവര് കൂടി അധിവസിക്കുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ. അതുകൊണ്ട് നിരാശപ്പെടണമെന്നാണോ? അല്ല. നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്നാണ് അത് സൂചിപ്പിക്കുക. നമ്മൾ സുരക്ഷിതരാണെന്നോ, നമ്മൾ മാന്യരാണെന്നോ, നമ്മുടെ ആളുകളെല്ലാം വളരെ നല്ലവരാണെന്നോ മാത്രം ഗണിച്ചിരിക്കാതെ ഈ ലോകത്തിന് പുളിമാവാകാനും ഉപ്പാകാനും നമുക്ക് സാധിക്കട്ടെ. ഇന്നലെ അഹിംസയെ ജീവിതവ്രതമാക്കിയ ഒരു മഹാമനുഷ്യൻ, അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അന്ത്യവും എത്രയോ ദയനീയമായിരുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉണർന്ന് പ്രവർത്തിക്കാം. ഈ ഗ്രൂപ്പിലുള്ള സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലിംഗുകാർ, ട്രെയിനേഴ്സ് എല്ലാവരുടെയും ചുമതല വലുതാണ്. നമ്മുടെ ഈ ചിന്തകൾ അന്തരീക്ഷത്തിലൂടെ അനേകരെ സ്പർശിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇന്നത്തെ ദിവസം ഈ വിഷയത്തോട് പ്രതികരിക്കുവാൻ സാധിച്ച അവസരത്തിന് എൻ്റെ നന്ദി. ഈ പരിപാടിയെ വളരെയേറെ മനോഹരമാക്കിയ മോഹൻ സാറ്, ആദി ഭഗവാൻ സാറ്, ഓമന ടീച്ചറ്, ശ്രീകുമാർ ടീച്ചറ്, ഷീബ ടീച്ചറ് തുടങ്ങിയ എല്ലാ ടീച്ചർമാരും, സാബു സാറ്, ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ഇതിനെ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവര്, ഉലകണ്ണൻ സാറ്, ജോർജ് സാറ്, റോയ് സാറ് തുടങ്ങിയ ആളുകൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Verse 330. Thank you, തിരുക്കുറൾ sir. 3. പറഞ്ഞോളൂ. Tirukkural 330 states that those who suffer from diseases and poverty in this life may have committed the sin of killing in their past lives. We can see one example from Mahabharata. In the Mahabharata, Duryodhana, driven by greed and hatred, plotted against his cousins, the Pandavas. His actions led to the devastating Kurukshetra war, resulting in the deaths of countless warriors. As a consequence of his violent deeds, Duryodhana suffered a painful and agonizing death in the battlefield. This can be seen as an example of how past violent actions can have karmic consequences in future lives. This Kural emphasizes the concept of karma, which suggests that our actions in this life have consequences in future lives.
violence in particular, is seen as a grave sin that can lead to suffering and misfortune in subsequent births. In simpler terms, imagine a child who throws stones at a bird. The bird may not die immediately, but it might suffer injuries. Similarly, when we harm others, we create negative energy that can affect us in the future, leading to difficulties and unhappiness. This Quran serves as a reminder that our actions have profound consequences and that cultivating non-violence and compassion is essential for a fulfilling and virtuous life. Those live in melody and grief of poverty are said to be murderers in their previous birth. Thank you, sir. Thank you to everybody. Thank you, sir. So, thank you very much. സോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മഹാത്മാഗാന്ധിയെ നമുക്ക് ഓർക്കാം. ഇന്നലെയായിരുന്നു അദ്ദേഹം മരിച്ചതിൻ്റെ ഓർമ്മ. എത്ര കൃത്യമായിട്ടാണ് അത് കോയിൻസിഡൻസ് പോലെ എത്തിയത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എനിവേ, താങ്ക് യു മോഹൻദാസ് സാർ, അതുപോലെ തന്നെ ആദി ഭഗവാൻ സാർ, ഓമന ടീച്ചർ, റോഹിത് സാർ, ഷീല മാം, ശ്രീകുമാരി മാം, ജോഷി സാർ, ഉഷ മാം. സോ മോഹൻദാസ് സാർ പറയാമോ? പുറത്താണ്, എന്നാലും കുഴപ്പമില്ല. അതായത് ഈ അധ്യായം കൊണ്ട് നമ്മുടെ പിന്നെ സന്യാശ്രമത്തിന്റെ അത് തീരുകയാണ്. ഇനി അടുത്ത 4 ചാപ്റ്റർ എന്ന് പറയുന്നത് ആ സന്യാശ്രമത്തിൽ ഇരിക്കുന്നവരുടെ ആ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ്. അതായിരിക്കും അടുത്ത 4 എണ്ണം. അതുകൊണ്ട് ഈ പാർട്ട് 1 കംപ്ലീറ്റ് ആകും. അടുത്ത ചാപ്റ്റർ വന്നത് അസ്ഥിരത. അത് ഒന്നിനും ഒരു എന്താ പറയുക, ഇൻകൺസിസ്റ്റൻസി എന്നാണ് പിന്നെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഒന്നിനും ഒരു നിലയില്ലായ്മ, ഒന്നിനും ഒരു എന്താ പറയുക, ഒരു പിന്നെ ശാശ്വതം ഇല്ലാത്ത ഒരു അവസ്ഥ എന്നുള്ളതാണ് പറയുന്നത്. അതായത് അടുത്ത ലെവലിലേക്ക് ചിന്തിക്കുകയാണ് നമ്മുടെ സാധാരണ ജീവിത രീതിയിൽ നിന്ന് അടുത്തതിലേക്കുള്ളത്. ഓക്കെ, ഇന്ന് വളരെ നന്നായിരുന്നു. എല്ലാവരും വളരെ ആക്റ്റീവായിട്ടും നല്ല കാര്യകാരണത്തോട് തന്നെയാണ് പ്രസന്റ് ചെയ്തത്. ജോസ് സാറിനും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. നമസ്കാരം. സോ ഓക്കെ, താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് എക്സാം ഫിയർ അല്ലെങ്കിൽ ഈസി എക്സാമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഹെൽത്തിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഹെൽത്ത് കൃത്യമായിട്ട് സംരക്ഷിക്കുന്നതിലൂടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സാണ്. സരൺ സാറായിരിക്കും ക്ലാസ്. സോ ആദി ഭഗവാൻ സാർ എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, ഇന്ന് നല്ല പ്രോഗ്രാം ആയിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു തമിഴിലുള്ള ഒരു പഴഞ്ചൊല്ലാണ്. അതായത് ഇന്ന് നടക്കുന്ന കാര്യം, ഇന്നലെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ചാനലുകൾ നോക്കിയാൽ എല്ലായിടത്തും കൊലകളാണ്. ഏത് ചാനലല്ലേ, തമിഴാണെങ്കിലും ശരി, മലയാളമായാലും എല്ലാത്തിലെയും കൊലകളെ കുറിച്ച്, ആൾക്കാരെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള ന്യൂസാണ് കേൾക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നത്, അതായത് പഠിക്കുന്നത് രാമായണം, പൊഴിക്കുന്നത് പെരുമാൾ കോയിൽ എന്ന് തമിഴിൽ ഒരു ചൊല്ലുണ്ട്. അതായത് പഠിപ്പത് രാമായണം, ഇടിപ്പത് പെരുമാൾ കോയിൽ. അതാണ് ഇപ്പൊ സംഭവിച്ചത്. എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് അഹിംസയെ കുറിച്ചാണ്, പക്ഷെ എല്ലാവരും ചെയ്യുന്നത് ഹിംസയാണ്. അതാണ് ഒരു താങ്ങാൻ വയ്യാത്ത ഒരു കഷ്ടം. ഏതായാലും ഈ സമയത്ത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത്. ഏതായാലും ചാൻസ് കൊടുത്തതിന് നന്ദി സാർ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും തന്നെയല്ലേ, ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളെ കൃത്യമായിട്ട് ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശക്തമായ ഒരു പ്രോസസ്സും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ പണ്ടൊക്കെ നമ്മളിതൊന്നും അറിയുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആ നിമിഷം അതിൻ്റെ പൂർണ്ണമായ വിഷ്വലൈസേഷനോടുകൂടി ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
ഓക്കെ. ഞാൻ പറയാം. ഇന്നലെ നമ്മുടെ മഹാത്മജിയുടെ ചരമദിനം. അതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത ദിവസം നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അഹിംസയെ പറ്റിയും സത്യത്തെ പറ്റി ഉള്ള ഒരു കുറവാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചത്. എല്ലാവരും വളരെ നല്ല രീതിയിൽ അവരവരുടെ കഴിവിന്റെ പരമാവധി നന്നാക്കാനാണ് ശ്രമിച്ചത്. എന്തൊക്കെ പറഞ്ഞു അതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുണ്ട്. ഇന്നത്തെ കാലഘട്ടവുമായിട്ട് വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവള്ളുവർ പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിന്റെ ആപ്പോസിറ്റായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഹിംസ പത്രം എടുത്ത് നോക്കിയാലും കരളലിയിപ്പിക്കുന്ന കഥകൾ. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നൽകിയ സാബു സാറിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഓക്കെ. താങ്ക് യു. അടുത്ത മോഹൻദാസ് സാർ അടുത്ത ആഴ്ച എന്താണ്? അതുപോലെ പിന്നെ അസ്ഥിരത, യെസ്, ഇൻകൺസിസ്റ്റൻസി എന്ന് പറയും, നിലയില്ലായ്മ എന്നുള്ളതാണ്. സാർ ഇന്ന് നല്ല ഡേറ്റ് ആണല്ലോ. 1400 അല്ലേ സാറിന്റെ ഒരു 8ന്റെ ഡേറ്റിന് മാറിയതാണ്. ആ 1400 ഇന്നലെ. ഇന്നലെ. ഓക്കെ. Okay, sir. അപ്പൊ താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു. ഗുഡ് നൈറ്റ്.